രണ്ട് ഇച്ഛാശക്തിയെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം ദൃഢനിശ്ചയ ഇച്ഛാശക്തിയും എന്നുള്ളത് ഒരു ഗവൺമെൻറ് സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. അതിനൊന്നും എന്താ പറയുക മറ്റു ആൾക്കാർക്ക് എനിക്ക് വിയോജിപ്പ് എന്തായാലും ഞാൻ ശരിയാണെന്നുണ്ട്. കാര്യം ഒരു പറഞ്ഞ സമയത്ത് ഇച്ഛാശക്തിയാണ്. പക്ഷേ ഇച്ഛാശക്തി എന്ന് പറയുന്നത് പലപ്പോഴും ഇച്ഛാശക്തി എല്ലാ ഗവൺമെൻറ്റും ഇതാക്കാറുണ്ട്. ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്നോ പ്രതിഷേധിക്കാൻ ഇടതുപക്ഷം ഉണ്ടായിരുന്നില്ല. പ്രതിഷേധിക്കാൻ. ഇപ്പോൾ UDF ഭരിക്കുന്ന സമയത്ത് ഇടതുപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കേരളത്തിൽ വിഴിഞ്ഞമാണെങ്കിലും റോഡ് വികസനമാണെങ്കിലും ഇടതുപക്ഷം ശക്തമായ പ്രതിഷേധമായിട്ട് അപ്പുറത്തുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രതിഷേധത്തിൻ്റെ ശക്തി ഈ ഗവൺമെൻറ് നേരിടേണ്ടി വന്നിട്ടില്ല. UDF ആണെന്നിലേക്ക് പ്രതിഷേധം ഒരു കാലത്തും UDFിൻ്റെ പ്രതിഷേധം അത്രമേൽ ശക്തമായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ദുർബലമായിരുന്നു UDFിൻ്റെ എല്ലാ കാലത്തും പ്രതിഷേധം. കാര്യം അവരവിടെയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ആശയമരം നടത്തുന്ന ആശകളുടെ സമരം UDF ഒന്നല്ല സമരം നടത്തുന്നത്. അപ്പോൾ LDFിൻ്റെ സമരം എന്ന് പറയുന്നത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. വളരെ ശക്തമായ പ്രതിഷേധ സമരമാണ്. അത് ശക്തമായി തന്നെ കാണും. അതില്ലാതായി തന്നെ വലിയ കാര്യം. അപ്പോൾ ദൃഢനിശ്ചയം എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഷേധം ഇല്ലാതായി എന്നുള്ളത് ആശ്വാസകരമാണ് ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് ഈ അതായത് ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുന്ന സമീപനമല്ല ഭരിക്കുമ്പോൾ ആ ഒരു ഗുണം ഇടതുപക്ഷം തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ദൃഢനിശ്ചയത്തെക്കാൾ ഉപരിയായിട്ട് പ്രതിപക്ഷത്ത് നിന്ന് ഭരണപക്ഷത്തിൽ വന്നപ്പോൾ ഈ സമീപനം മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മൂന്ന് കാര്യങ്ങളും അതായത് NHA ബന്ധപ്പെട്ട വികസനത്തിൽ ഈ നിയമം അപ്പോൾ ആ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാനും ആ പൈസ പാക്കേജ് ഉറപ്പാക്കാനും അവർക്ക് പറ്റിയെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇല്ലയെന്ന് പറയില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം തുടക്കഘട്ടത്തിൽ ഭീകരവാദികളെന്ന് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും. മീഡിയ വണ്ണിന് ആർക്കൈവ്സ് നോക്കി കാണാൻ പറ്റും. ഭീകരവാദി എന്ന് വിളിച്ചിട്ടുണ്ട്. എവിടുത്തെ മലപ്പുറം ഭാഗത്ത് ജനങ്ങളാണ് ഭീകരവാദി വിളിച്ചിട്ടുള്ളത്. ആ വാക്കത്തിനെ വിളിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ അതിനുശേഷം അത് മാറി. ആ സിറ്റുവേഷൻ മാറി. അത് ഏത് ഗവൺമെൻറ്റും ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒരു നല്ല പാക്കേജ് കൊടുത്താൽ ജനങ്ങൾ മാറും. മൂന്നാമത്തെ കാര്യത്തിന് പ്രതിഷേധം ഉയർത്താൻ ആ രീതിയിൽ സംവിധാനം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും NHAയുടെ കാര്യത്തെ പ്രതിഷേധം ഉയർത്താൻ ഇടതുപക്ഷമില്ല. കാര്യം ഇടതുപക്ഷം ഭരണത്തിലേക്ക് മാറി. നാലാമത്തെ കാര്യം എന്ന് പറയുന്ന സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ കൊണ്ടുവന്ന വികസനം ഇപ്പോൾ ഗെയിലാണെങ്കിൽ ഇപ്പോൾ ശ്രീകണ്ഠൻ പറഞ്ഞ പോലെ തന്നെ മദ്രാസ് തമിഴ്നാട്ടിലേക്ക് വേണം അത് പകുതി നിർത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഗെയിൽ കണ്ടാണ്. CR നീലകണ്ഠനെ മർദ്ദനമേറ്റതാണ്. യതീഷ് ചന്ദ്രയുടെ മർദ്ദനമേറ്റ നമുക്കറിയാം. കൊച്ചി യതീഷ് ചന്ദ്രൻ മർദ്ദിച്ച നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ പ്രതിഷേധം പക്ഷേ പ്രതിഷേധം അടിച്ചൊതുക്കിയിട്ടുണ്ട്. അതൊക്കെ ജനാധിപത്യപരമായിട്ട് ശരിയാണെന്നല്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നേട്ടമായിട്ട് പറയാൻ പറ്റും. ഞാൻ ഇത് പറഞ്ഞു വരുന്നത് നമ്മൾ ഏകപക്ഷീയമായിട്ട് കാരണം ഗവൺമെൻറ് നേട്ടമില്ലാന്ന് പറഞ്ഞില്ല. പല മേഖലയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഈ 5 വർഷം ഈ 4 year ഡിഗ്രി പ്രോഗ്രാം കൊണ്ടുവന്ന പോലുള്ള ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ പല കാര്യം നടന്നുണ്ട്. പക്ഷേ സമഗ്രമായിട്ടും ഈ സർക്കാർ എല്ലാ തരത്തിലും പെർഫോം ചെയ്യാനുള്ള കാര്യം എനിക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും കാണേണ്ടി വരും. പക്ഷേ ഇതിൽ അടിവരയിട്ട് പറയേണ്ട കാര്യം പ്രതിഷേധം ഉയർത്താൻ വിഴിഞ്ഞമാണെങ്കിലും ഇടതുപക്ഷമില്ല. കാര്യം അവർ ഭരിക്കുകയാണ്. അത് വലിയ നേട്ടമല്ലേ സർക്കാർ. പിന്നെ ദൃഢനിശ്ചയം എന്തായിക്കുള്ള ഇച്ഛാശക്തി ആവാൻ എന്ത് എളുപ്പമല്ലേ. കാര്യം ഇച്ഛാശക്തിയുള്ള പ്രതിപക്ഷം ഇല്ലല്ലോ. ശരി.